ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ചക്ക പുഴുങ്ങിയതും ഉണക്കമീൻ വറുത്തതും നല്ല പച്ചമുളക് വെച്ചൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കൂട്ടുകാരെ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഇങ്ങനെ ചക്ക പുഴുങ്ങിയ കഴിച്ചിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ചക്കയൊക്കെ ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് തേങ്ങയും തിരുമ്മിയെടുത്തിട്ടുണ്ട്. ചക്ക പുഴുങ്ങാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഉപ്പ് പൊടി അതിനാവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ചക്ക വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം അതോടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കൂടെ തന്നെ നമ്മൾ തേങ്ങ തിരുമ്മി വെച്ചേക്കുന്ന അതുകൂടി ഇട്ട് കൊടുക്കാം. ഇത് ഞെരടി വേണമെങ്കിൽ ഞെരടി വെച്ച് പുഴുങ്ങിയെടുക്കാം. ചക്കയും തേങ്ങയും കൂടെ എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് ആവി കയറ്റിയെടുക്കുമ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക പുഴുങ്ങിയത് ഇവിടെ റെഡിയാവും. ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ ശേഷം കുറച്ച് ഉണക്കമീൻ വറക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് വെള്ളത്തിലേക്ക് ഇടുകയാണ്. അതിൻ്റെ ചെതുമ്പലെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് ചുവനെ ഇളക്കി യോജിപ്പിച്ച് ഒരു 10 മിനിറ്റ് നേരം ഒന്ന് മാറ്റി വെക്കാം. അന്നേരം ആ എരിവൊക്കെ ആ മീനിനകത്തോട്ട് ഒന്ന് പിടിക്കും. കുറച്ച് സമയം കൂടെ തോനെയും വെച്ചിരുന്നാൽ അത്രയും നല്ലതാണ്. അപ്പം അത് കഴിഞ്ഞ് ഞാനാണെങ്കിൽ ദാണ്ട് എണ്ണ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നപ്പോൾ അതിനകത്തോട്ട് മീൻ പറക്കിയിട്ട് മൂപ്പിച്ച് എടുക്കുകയാണ്. മീൻ ഒരു വശം മൂത്ത് വന്നിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് മൂപ്പിച്ച് എടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പോൾ താഴെ ആളെന്ന ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി കുറച്ച് ചുമന്നുള്ളി, കുറച്ച് പച്ചമുളക്, ഉപ്പ്, പുളി, പിഴിപുളിയാണ്. ഇത്രയും കൂടെ ചേർത്ത് ഒരു മിക്സിയുടെ ജാറിൽ കൊണ്ടുപോയി ചൊവ്വനെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പം നമ്മുടെ ചമ്മന്തിയെല്ലാം ഞാനിവിടെ ചതച്ച് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റി എടുക്കുകയാണ്. കൂടെ തന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ചുവനെ ഇളക്കി യോജിപ്പിച്ച് എടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ചമ്മന്തിയാണ് ഇത്. പുഴുക്കൊക്കെ ഉണ്ടാക്കുമ്പം നമുക്ക് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ചമ്മന്തിയാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ചക്ക പുഴുങ്ങിയതും ഒരു തനി നാടൻ ഡിഷാണിത്. ചക്ക പുഴുങ്ങിയതും ഉണക്കമീൻ വറുത്തതും ചമ്മന്തി കൂട്ടി ഒരു പിടി പിടിക്കണം. എന്താ ടേസ്റ്റ് എന്നറിയാമോ? അപ്പോൾ കഴിച്ചിട്ടില്ലാത്തവരിങ്ങനെ ഒന്ന് കഴിച്ചു നോക്കണേ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പം ഇപ്പം ലൈക്ക് ചെയ്യുമ്പോൾ കൂട്ടുകാരെ ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതും കൂടെ എനിക്കൊന്ന് ടച്ച് ചെയ്ത് തരണേ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ടിനെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.